മാലയിടുന്നവരെ മാത്രം കണ്ടാൽ പോരല്ലോ, പ്രതിഷേധ എതിർ ശബ്ദങ്ങളും കേൾക്കണമല്ലോ. ആ ശബ്ദം കേൾക്കുമ്പോഴേക്കും ആ ശബ്ദം ഞാൻ കേട്ടിട്ടില്ല, അത് ഞാൻ കണ്ടിട്ടില്ല, അത് കാണാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പോലും പറഞ്ഞു. അതുപോലും പറഞ്ഞു. ഗവൺമെന്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് അടുത്ത ദിവസം അദ്ദേഹം മൈക്ക് ഓഫ് ചെയ്തു. രണ്ടാമത്തെ ദിവസം അദ്ദേഹം അത് കാണാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ തനിക്ക് താല്പര്യമുള്ള ദൃശ്യങ്ങൾ, തനിക്ക് സുഖകരമായ ദൃശ്യങ്ങൾ മാത്രമേ കാണുകയുള്ളൂ, അല്ലാത്ത ദൃശ്യങ്ങളെല്ലാം ഇവിടെ സംഭവിച്ചിട്ടില്ല എന്ന രീതിയിലാക്കാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കുകയാണ്. അത് ജനാധിപത്യ സംവിധാനത്തിൽ നടക്കുന്ന ഒരു കാര്യമേ അല്ല, അത് അംഗീകരിക്കാവുന്ന കാര്യമല്ല. അവിടെയും ആക്ഷൻ വേണ്ടതുണ്ട്, അവിടെയും പ്രതികരിക്കേണ്ടതുണ്ട്. ഒന്നുകിൽ ഗവൺമെന്റിനോട് അങ്ങനെ ചെയ്തുകൂടാ എന്തെങ്കിലും പറയാനുള്ള പ്രതികരണശേഷി മുഖ്യമന്ത്രിക്ക് ഉണ്ടാകണം. ഇവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതിനുശേഷം വേറൊരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, സർക്കാർ ഉദ്യോഗസ്ഥർ സർക്കാരിനെതിരെ ഈ രാഷ്ട്രീയത്തിൽ പ്രതികരിക്കരുത് എന്നുള്ള ഉത്തരവിറക്കിയത് ആരാണ്? പിണറായി വിജയൻ സർക്കാർ തന്നെയാണ്. അപ്പോൾ ഇവരുടെ രൂപത്തിലാകാം, എന്റെ ആളുകൾക്കേ ആകാം, അപ്പുറത്താകാൻ പാടില്ല എന്ന രീതിയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കാനാവുക? അങ്ങനെയല്ലല്ലോ ഒരു സർക്കാർ പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ആക്ഷൻ രണ്ടു ഭാഗത്തും വേണം, രണ്ടു ഭാഗത്തും ആക്ഷൻ വേണം. അല്ല, അക്കാര്യത്തിൽ നേരത്തെ സ്മൃതി പറഞ്ഞതിനകത്തൊരു ചെറിയൊരു വ്യത്യാസമുള്ളതെന്ന് വെച്ചാൽ പെപ്പർ സ്പ്രേ എന്ന് പറയുന്നത് ആ സംഘട്ടന സമയത്തല്ല അടിച്ചിട്ടുള്ളത്, ആ പെപ്പർ സ്പ്രേ ഉപയോഗിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്താണ്. ഇന്ന് നമ്മൾ യൂത്ത് കോൺഗ്രസ്സുകാരും ഡിവൈഎഫ്ഐക്കാരും നോക്കൂ, ഇന്ന് ചിന്നക്കടയിൽ നമ്മൾ കണ്ടിട്ടുള്ളത് അടിക്ക് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. പണ്ട് ഈ നസീറും ബാലങ്കേ നായരും നമ്മളെ ഈ വടക്കൻ പാട്ടുകൾ സിനിമകളിൽ യുദ്ധം ചെയ്യുന്നത് പോലെ രണ്ടുപേരും ഇന്നിട്ട് ഇങ്ങനെ വാൾപ്പായിട്ട് നടത്തുന്ന പോലെയൊക്കെ യുദ്ധം ചെയ്യുന്നുണ്ടായിരുന്നു. ഡിവൈഎഫ്ഐക്കാർ അവിടെ ഇവരെ തടയാൻ വന്നിട്ടുണ്ട്. ഡിവൈഎഫ്ഐക്കാർക്ക് അടി കിട്ടിയിട്ടുണ്ട്. ഞാൻ കണ്ട ദൃശ്യത്തിനകത്ത് പോലീസിന്റെ അടി ഏറ്റിട്ടുള്ളത് ഡിവൈഎഫ്ഐക്കാർ അറിയാതെ അടിച്ചാണെന്ന് പറയുകയും ചെയ്തു. അറിയാതെയാണോ അറിയാതെ അടിച്ചു പോയതാ. ആയിക്കോട്ടെ, ഇനി ആളറിയാതെ ആണെങ്കിൽ തന്നെ അടി കിട്ടിയതും ചോര വന്നിട്ടുള്ളതും ഒക്കെ ഡിവൈഎഫ്ഐക്കാരനാണ്. ഒരുത്തനെ അവിടെ ചവിട്ടിക്കൂട്ടി ഇട്ടിരിക്കുന്നതും കണ്ടു. പിന്നെ മൂന്നാമത് പെപ്പർ സ്പ്രേ കൊണ്ടിരുന്നത് എന്തിനാണ് ന്യായീകരിക്കുന്നത്? ഞാൻ ന്യായീകരിക്കില്ല. ഞാൻ പറഞ്ഞ പരിക്കേറ്റത് ആർക്കാണ്? പെപ്പർ സ്പ്രേ ആണ് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ള രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇല്ല, ഡൈലൂട്ട് ചെയ്യല്ല. പെപ്പർ സ്പ്രേ ആണ് ഏറ്റവും വലിയ. പെപ്പർ സ്പ്രേ ഒരു പ്രതിരോധമാണ്. ചെടിച്ചട്ടി കൊണ്ട് ആക്രമിക്കുമ്പോൾ ഒരു പ്രതിരോധമാണ്. അതിന് ഞാൻ ന്യായീകരിക്കുകയല്ല. ഞാൻ പറയുന്നത് അവിടെ കണ്ട വലിയ വടിയും ആ കുറുവടിയും വലിയ വടി കൊണ്ടുള്ള തിരിച്ച് മറ്റേ വാൾപ്പായിട്ട് പോലെയാണ്, അടിച്ചടിച്ച് പോവുകയാണ്. അതൊന്നും കാണുന്നില്ല. ഒരു പെപ്പർ സ്പ്രേ അടിച്ച മാത്രമാണ്. പെപ്പർ സ്പ്രേ അടിച്ചല്ല അതാണ് നിങ്ങൾ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, അവിടെ എരിപുരത്ത് ഈ ചെടിച്ചട്ടി കൊണ്ടടിച്ചത് ശരിയായില്ല എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഇനിയിപ്പോ ശരിയായി എന്ന് ഞാൻ പറഞ്ഞാലോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ പറഞ്ഞാലോ അത് ശരിയായി എന്ന് നാട്ടുകാർ കാലുമില്ലാത്ത അജിമോനെ അടിച്ച ശരിയായോ? ഇല്ല, അജിമോൻ അടിച്ച ശരിയല്ല. അല്ല, അജിമോനെ അടിക്കുന്നില്ലല്ലോ. അവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു ബഹളം അവിടെ നടക്കുന്നുണ്ട്. ആരോ വന്ന് പിന്നെ ചവിട്ടാൻ ശ്രമിക്കുന്നുണ്ട്. അടിക്കരുത് എന്ന് പറയുന്ന ഒരു ഓഡിയോ ഉണ്ട് അവിടെ. നോക്ക്, ഞാൻ അതാ തുടക്കത്തിൽ പറഞ്ഞത്. അജിമോൻ എന്ന് പറയുന്ന ഒരു ഭിന്നശേഷിക്കാരനായിട്ടുള്ള ആളെ അടിച്ചു എന്നുള്ളതാണല്ലോ സ്മൃതിയോ അല്ലെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ്സുകാരോ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു നെറേറ്റീവ്. ആ ദൃശ്യങ്ങൾ പറഞ്ഞതാണ്. അദ്ദേഹം തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചാണ്. പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഇല്ല, അങ്ങനെയല്ല, നമ്മൾ സംസാരിക്കുകയാണല്ലോ. അജിമോൻ മാധ്യമങ്ങളോട് സംസാരിച്ചാണ് തന്നെ ആക്രമിച്ചു എന്ന് പറഞ്ഞതാണ്. അതിനുശേഷം അജിമോനോട് എന്താണ് മന്ത്രിമാർ പറഞ്ഞത്? ഇ പി ജയരാജൻ എന്താണ് ഞാൻ പറയാൻ പോകുന്നതാണ്. നോക്ക്, ഇ പി ജയരാജൻ പറയുന്നത് ഞാനിതാ ഇവിടെ കൊട്ടേഷൻ എടുത്തു വെച്ചിരിക്കുകയാണ് ആ വാദം ഉന്നയിക്കാൻ വേണ്ടി. കൊടിയും പിടിച്ച് മുഖ്യമന്ത്രിയുടെ കാറിന് മുന്നിൽ പോകുന്നത് അംഗപരിമിതന്റെ പണിയാണോ എന്നാണ് ചോദിച്ചത്. ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്. ഇ പി ജയരാജന്റെ കേക്ക് അത്രയും ഗുരുതരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ട് സ്മൃതി പരുത്തിക്കാടിന് പക്ഷപാതം ഉണ്ടാവും. എനിക്ക് പക്ഷപാതം ഇല്ലെന്നേ. എനിക്ക് പക്ഷപാതം ഉണ്ടെന്നോ? കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന ആക്ഷനാണ് പറഞ്ഞത്. കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ണൂർ മുതൽ ഇപ്പോൾ കൊല്ലം വരെ നടന്നിരിക്കുന്ന ആക്ഷനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. കണ്ട ദൃശ്യങ്ങളെ കുറിച്ചാണ്. ആര് പ്രതികരിക്കുന്നു, ആര് പ്രതികരിക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കെ സുധാകരൻ എന്ത് പറഞ്ഞു, എന്ത് ചെയ്തു എന്നതിലാണ് ഞാൻ തുടങ്ങിയത്. പക്ഷപാതത്തെ കുറിച്ച് പറയണ്ട, അവനവനെ കുറിച്ച് പറഞ്ഞോളൂ. ഒരൊറ്റ കോണിൽ കൂടിയാണ് കാര്യങ്ങൾ കാണുന്നത്. ഞാനതിൻ്റെ രണ്ട് കോണുകളെയും കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുകയാണ്. നോക്കൂ, ആ പറയുന്ന അംഗപരിമിതനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മർദ്ദനമേറ്റു എന്നുള്ള വിഷയത്തിൽ നോക്കൂ, ആ മർദ്ദനമേറ്റതിനേക്കാൾ കൂടുതലായി ഇ പി ജയരാജൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഞാൻ കാണുന്നത്.
അതിപ്പോൾ LDF സർക്കാർ LDF ആണ് പ്രതിപക്ഷത്തിരിക്കുന്നതെങ്കിലോ LDF ആണ് ഈ അംഗപരിമിതൻ്റെ സമരം ആസൂത്രണം ചെയ്തിട്ടുള്ളതെങ്കിലോ അവരതിനെ സംസ്ഥാന തലത്തിൽ വളർത്തും. നോക്കൂ, പൊളിറ്റിക്കലായി നിങ്ങൾ പറയാൻ പാടില്ലാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയാൽ ആ സ്റ്റേറ്റ്മെൻറ്റിനെതിരെ വലിയ രീതിയിൽ രോഷം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കും. ഇവിടെ കോൺഗ്രസ് ഇല്ല. ഞാനത് ഇവിടെ ഈ സ്റ്റുഡിയോയിൽ ഇരുന്നുകൊണ്ട് ലൈവിൽ കേൾക്കുകയാണ് EP ജയരാജൻ അത് പറയുന്നത്. അത് അടുത്ത മിനിറ്റിൽ ആളിക്കത്തുമെന്ന് വിചാരിക്കുകയാണ്. ഞാനത് EP ജയരാജൻ്റെ ആ ലൈവ് പ്രസ് കോൺഫറൻസ് കൺക്ലൂഡ് ചെയ്യുന്നത് വരുന്ന മണിക്കൂറുകളിൽ വലിയ നിലയിൽ ചർച്ചാ വിഷയമാകാൻ പോകുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ് EP ജയരാജൻ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിന് ആ മുഹൂർത്തമാണ് നാളെ. സമയത്ത് നാളെയാണ് മുഹൂർത്തം. പ്രതിഷേധിക്കാനുള്ള മുഹൂർത്തം. നിങ്ങൾ കുറിച്ച് ഒറ്റ സെക്കൻഡ് സാർ. ആരും അതായത് കൊടുക്കാൻ നാളെ Meet the editors.